പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊച്ചിൻ്റെ ഗ്രാജുവേഷനാണ്. ഇന്ന് ഞങ്ങളിപ്പോൾ സ്കൂളിലാട്ടം നിൽക്കുന്നത്. ഇതാട്ടോ അവരുടെ ക്ലാസ്സൊക്കെ. അപ്പോൾ കൊച്ചിന് പ്രസംഗമുണ്ട്, പിന്നെ ഡാൻസ് ഉണ്ട്. അടിപൊളി പ്രോഗ്രാമാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പം നമ്മൾ സ്കൂളിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ മഞ്ഞപ്ര കാട് റിസർവ് വനം അവിടെ യൂക്കാലിക്കവല എന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് കൊച്ചിന്റെ കാര്യത്തിൽ. അവന് ഒരു ഇച്ചിരി തണുത്ത മട്ടിലായിരുന്നു. എന്തായാലും കാര്യം പറയാം, ഈ ചായക്കടോട്ട് പോവാം. അതെ, ഞങ്ങള് ഇപ്പൊ പോണ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോണ. അപ്പൊ ഇവിടെ സ്ഥലത്താണ്, തൊട്ടടുത്താണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ടത്. ആ സ്ഥലത്തിന്റെ പേര് ചന്ദ്രപുര സെബിപുരം. സെബിപുരം എന്ന സ്ഥലത്താണ് വീഡിയോ എടുക്കാൻ പോണത്. അതൊരു കോഴി ഫാമിന്റെ വീഡിയോ ആണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, അതായത് ചെറിയ ക്ലാസ് മുതൽ എങ്ങനെയായിരുന്നു അതേ ലെവലിൽ തന്നെയാണ് ഇപ്പൊ ഷെർവിൻ. അതായത് ആളിച്ചിരി ഇൻട്രോവേർട്ട് ആണ്. ഇന്നത്തെ സംഭവം ഞങ്ങൾ പറയാവേ. ഇന്ന് ഞാൻ ഒരു കഴിഞ്ഞ കുറച്ചാഴ്ചയായിട്ട് ഞാൻ പ്രസംഗമൊക്കെ പഠിപ്പിച്ച് നല്ല സൂപ്പറാക്കി അടിപൊളിയായിട്ട് നല്ല എങ്ങനെയാണ് പറയേണ്ടത്, അവിടെ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടതൊക്കെ എല്ലാം പറഞ്ഞ് റെഡിയാക്കി ഷെർവിന് കൊടുത്ത്. സ്കൂളിൽ പ്രോഗ്രാം തുടങ്ങിയ ഒരു 10:30-ക്കായിരുന്നു. നല്ല ഭംഗിയായി എല്ലാം ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിലാണ് അവനെ പഠിപ്പിക്കുന്നത്. ഈ പറയുന്ന ഗവൺമെന്റ് സ്കൂളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗ്രാജുവേഷൻ സെറമണി ഉള്ളത്. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആണ്. അത് നമ്മുടെ കുട്ടിക്ക് ഭാഗ്യം ഉണ്ടായിട്ടോ. എന്താ പറയാ, നല്ല രസമുണ്ടായിരുന്നു. നല്ല ഉടുപ്പൊക്കെ ഇട്ട് എന്താ പറയാ, നല്ലൊരു ഭംഗിയായിരുന്നു. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തില് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേരെ ഭയങ്കര കുറച്ചും കൂടി ആക്റ്റീവ് ആക്കി ടീച്ചേഴ്സും കൊണ്ട് നടക്കുന്നു. മറ്റേ ഗ്രാജുവേഷന് വേണ്ടിട്ട് തൊപ്പിയും സംഭവമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഒരു സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ എന്താ പറയാ, ഒരു കോളം പോലെ ഉണ്ടാക്കി. അതൊക്കെ നീ കാണിച്ചു തരാം. കോളം പോലെ സെറ്റ് ആക്കിയിട്ട് അതിന്റെ ഉള്ളില് കുട്ടീനെ നിർത്തി ഫോട്ടോ എടുക്കല്, പിന്നെ അവരുടെ ഡാൻസ് കാര്യങ്ങള്, വെൽക്കം ഡാൻസ്, ടീച്ചേഴ്സ് അവരെ എന്താ പറയാ അഭിനന്ദിക്കുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ട് ആ പ്രോഗ്രാം. പക്ഷെ ഇതിപ്പോ നമ്മുടെ കുട്ടിക്ക് പറ്റിയെന്ന് വെച്ചാല് അവന് ഒന്നാമത്തെ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആണ്. പക്ഷെ അവന് സംഭവിച്ചെന്ന് വെച്ചാല് കുറച്ചധികം ആൾക്കാരെ അവൻ കണ്ടു. സ്റ്റേജിൽ കയറിയപ്പോ അവൻ വീട്ടിൽ നല്ല ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കി. അതായത് വീട്ടിൽ ചെന്നപ്പോ ഒരു ജസ്റ്റ് ഞാൻ പറയാമേ, എല്ലാവർക്കും നമസ്കാരം തന്നെ നമ്മൾ കൈ കൂപ്പണം. ഇതിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്താ മൈക്ക് കിട്ടി, കയ്യില് മൈക്കിരിക്കാണ്. അപ്പൊ മൊത്തത്തിലെല്ലാം മാറി, മൊത്തം പണിമാളി. പിന്നെ ഫ്രണ്ടില് എന്താ ഒരുപാട് പിള്ളേരും പിന്നെ ടീച്ചേഴ്സും എല്ലാരും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിങ്ങനെ മിക്കവാറും ആളുടെ കിളി പോയി. എന്നാലും പറഞ്ഞിട്ടോ, എന്നാലും ഒരു സ്റ്റേജിൽ കയറാനുള്ള ഒരു സ്റ്റേജ് ഫിയർ മാറുന്നു തോന്നുന്നു. ഞാൻ ഇവന്റെ പ്രായത്തിൽ സ്റ്റേജിലൊന്നും കയറില്ല. ഇല്ല മീൻസ് അതായത് ഞാൻ ഡിഗ്രി തുടങ്ങിയപ്പോൾ മുതലാണ് ഒറ്റയടിക്ക് ഇൻട്രോവേർട്ടിൽ നിന്ന് എക്സ്ട്രോവേർട്ട് ആവാണ് ചെയ്തത്. അതായത് പണ്ട് പെൺകുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കാൻ പേടിയായിരുന്നു. പെൺകുട്ടികളുടെ അടുത്തൊന്നല്ല, ടീച്ചേഴ്സിന്റെ അടുത്ത് പോലും ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഇത് പിന്നെ പെൺകുട്ടികളുടെ അടുത്തൊന്നും സംസാരിക്കാൻ പേടിയൊന്നുമില്ല. കാരണം വെച്ചാൽ അവരുടെ കൂട്ടത്തിലുള്ള എല്ലാം മിക്കതും പെൺപിള്ളേരാണ്. ഭയങ്കര സൗണ്ട് കുറഞ്ഞ് സംസാരിച്ചു. ആ ഒരു ഗൗൺ പോലുള്ള സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ആള് സാധാരണ രീതിയിൽ നിന്നാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തത്. ഒറ്റയടിക്ക് ഗൗണൊക്കെ ഇട്ട് ആ തൊപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ ആള് പിന്നെ അനങ്ങളില്ല. പിന്നെ ഒരു ഇതുപോലെ മിക്ക കുട്ടികളും അങ്ങനെയായിരുന്നു. പക്ഷെ എന്നാലും ആള് കുറച്ചും കൂടി അപ്പൊ അല്ലാതെ തന്നെ കുറച്ച് ആളൊരു എന്താ പറയാ ഒരു പാവൻ ലുക്കാണ്. ഒരു കാര്യം കേട്ടോ, വീട്ടില് ഭയങ്കര കുസൃതിയാണ്, ആക്റ്റീവാണ്. ഞങ്ങൾ രണ്ടുപേര് പിന്നെ കടയിലും പോയില്ല, എവിടെയൊക്കെ പോയി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ അവൻ ഭയങ്കര എന്താ പറയാ ആക്റ്റീവായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇല്ലാത്ത പക്ഷം അവൻ ഒതുങ്ങി കൂടിയിരിക്കും. അത് സ്കൂളിലും അങ്ങനെ കേട്ടോ. പക്ഷെ പഠിക്കുവാണ്, നന്നായിട്ട് പഠിക്കും. അതുകൊണ്ടാണ് അവനെ കൊണ്ട് പറയിപ്പിച്ചത്. പക്ഷെ പഠിപ്പിച്ചത് മൊത്തം കാണാൻ പറഞ്ഞിട്ടുണ്ട്, തെറ്റുകൂടാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഷെർവിൻ ആ പറയുന്ന ഒരു ഗ്രാജുവേഷൻ സെറമണിയുടെ ലാസ്റ്റ് പറയുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അല്ലെ? അതെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെർവിൻ. സ്കൂൾ ഒരുപാട് ഇഷ്ടമാണ്. പഠിക്കാനും കളിക്കാനും ഒപ്പം കൂട്ടുകാർക്ക് ടി വി കാണാനും കാർട്ടൂൺ കാണാനും ടീച്ചറൊപ്പമുണ്ട്. ടീച്ചർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആളുടെ ഒരു പെർഫോമൻസ് കൊള്ളാം, പക്ഷെ അടിപൊളിയാ. കുറച്ച് പിന്നെ ആദ്യമായിട്ടല്ല സ്റ്റേജിൽ കയറേണ്ട, അതിൻ്റെതായ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളും സ്റ്റേജിൽ കയറി. അവരുടെ ഇത്തവണത്തെ ഷെർവിന്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് പണ്ട് ഞാൻ
ഇത്രയും കൂടി ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്കൊരു 15-16 വയസ്സാകുമ്പോഴേക്കും ഭയങ്കര ആക്റ്റീവ് ആവും. അപ്പോൾ എന്തായാലും സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് വെച്ച് തന്നെ വളരെ നല്ല കാര്യം. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് ഇനി മുന്നോട്ട് പോട്ടെ. ഡാൻസ് ഒക്കെ സൂപ്പർ കൂട്ടത്തിലെ പിള്ളേരുള്ളതുകൊണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി. പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും സമ്മാനം കൊടുത്ത്, പിന്നെ എന്താ പറയുക തൊപ്പി, എന്താ പറയുക ഗ്രാജുവേഷന്റെ എല്ലാ ഡ്രസ്സും ഇടിപ്പിച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടി, പിന്നെ മെഡലുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. ഓ, അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ആള് ഭയങ്കര ഗവേലാട്ടെ. പിന്നെ അനങ്ങൂല. ഇനിയിപ്പോ നമ്മൾ നേരെ പോകാൻ പോണത് ഇവിടെ തന്നെ, ഇവിടെ നിന്ന് ഒരു മാക്സിമം ഒരു 1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഇത് ചന്ദ്രപ്പുര എന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇന്ന് ഷൂട്ടിംഗ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ ഞാനാണ് ചെയ്യണല്ലേ? ഇന്നത്തെ വീഡിയോ ഞാനാണ് ചെയ്യുന്നത്. സെയിലാണ്. എൻ്റെ ജീവിതത്തിൽ 15 വയസ്സ് വരെ 17 വയസ്സ് വരെ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് എത്ര പേര് വന്നാലും നമുക്ക് എന്താ പറയുക, സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ ജീവിതത്തിൽ അങ്ങനെ കേട്ടോ, നേരെ തിരിഞ്ഞോട്ടാ. എന്താന്ന് വെച്ചാൽ എന്റെ ചെറുപ്പത്തില് ഈ ഷെർവിന്റെ പ്രായത്തിലൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അഥവാ സ്റ്റേജിൽ കയറിയില്ലെങ്കിൽ, പ്രസംഗം പറഞ്ഞില്ലെങ്കിൽ എന്റെ അമ്മയുടെ നല്ല കിഴുക്കിട്ട് മര്യാദക്ക് പറഞ്ഞു എന്ന് പറയും. ഇത് പേടിച്ച് കാരണം നമ്മൾ ആക്റ്റീവായിട്ട് പറഞ്ഞു കയറി ഒരുപാട് പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, സമ്മാനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അത് സ്കൂളിൽ കയറിയിട്ട്, സ്കൂളിൽ പിന്നെ എല്ലാം ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ പറയാ, സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവമായിട്ട് ഞാൻ പറഞ്ഞത്. സ്റ്റേജിൽ കയറി അങ്ങനെയൊക്കെ കയറിയാണ് എന്റെ ഒരു സ്റ്റേജ് ഫിയർ മാറിയത്. പിന്നെ ഇതിൽ എന്റെ സ്റ്റേജ് ഫിയർ മാറിയത് അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒറ്റയടിക്കായിരുന്നു മാറിയത്. കാരണം ഒരു 16-17 വയസ്സ് വരെ ഭയങ്കര ആളുകളെ ഫേസ് ചെയ്യാനും, ആളുകളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാനും, അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് ഉത്തരം പറയാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഒറ്റയടിക്ക് എൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ മാറ്റം വന്നു എനിക്കറിയില്ല. ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക, എത്രയോ ആളുകളെ കാണുന്നു, എത്രയോ ആളുകളോട് സംസാരിക്കുന്നു, എത്രയോ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇൻട്രോവേർട്ടിൽ നിന്നും എക്സ്ട്രോവേർട്ട് ആവാൻ ഇന്ന സമയമൊന്നുമില്ല. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒറ്റയടിക്ക് ജീവിതത്തിൽ ചേഞ്ച് വരാൻ ഒരു നിമിഷം പോലും. അപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്ട്രോവേർട്ട് ആവാനുള്ള ഒരു വഴി ഉറപ്പായിട്ടും ഒറ്റയടിക്കൊക്കെ ചിലപ്പോൾ ഓപ്പൺ ആവാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവാം. നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ശരി, അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി നേരെ പോകാൻ പോണത് ഷൂട്ടിങ്ങിനാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വൈകിട്ട് ഞാൻ കൊച്ചിനടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ പാർക്കിൽ പോകുന്നു. ഇന്നലെ ഞങ്ങൾ പാർക്കിൽ പോയെന്ന് പറഞ്ഞപ്പോൾ കൊച്ചിനെ കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ പോകാൻ പറ്റിയില്ല, ടൈം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പാർക്കിന്റെ അകത്തോട്ട് നമ്മൾ കയറിയില്ല, കൊച്ചിനടുത്ത് നമ്മൾ അല്ലേ. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അക്കാര്യം പറയണം, നമ്മുടെ വീഡിയോയിൽ പറയണം. കഴിഞ്ഞ വീഡിയോയില് ഞാൻ ട്രെയിനിൽ എനിക്ക് ലഡു തന്ന ആളടുത്ത് ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞില്ല. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ കുളിച്ചിട്ടില്ല, എനിക്ക് ഇപ്പൊ വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഒഴി പറഞ്ഞു. അതിൽ ഞാൻ പ്രത്യേക ഒരു വാക്ക് പറഞ്ഞു, കള്ളം പറഞ്ഞു എന്നൊരു വാക്ക് പറഞ്ഞു. ഈ ഒരു വീഡിയോ നമ്മൾ കാറിൽ വെച്ച് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷെർവിൻ അത് കേട്ടു. ഞാൻ കള്ളം പറഞ്ഞു, ലഡു അപ്പം കഴിക്കാതിരിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലായില്ല. ആൾ എൻ്റെ അടുത്ത് ഒട്ടനെ ചോദിച്ചു, അപ്പൊ എന്തിനു കള്ളം പറഞ്ഞു? നമ്മൾ പ്രതീക്ഷിച്ചില്ല. അയ്യോ, അല്ല, ഇതിലിപ്പോ ഞാൻ എന്ത് ഉത്തരം പറഞ്ഞാലും ശരിയാവില്ല. കാരണം ഇതിപ്പോ ഞാൻ അവന്റെ അടുത്ത് ഉത്തരം പറയണം, പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാലും അപ്പൊ ആള് പഠിക്കുക. അപ്പൊ പ്രത്യേക സാഹചര്യത്തിൽ കള്ളം പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് 2 തവണ ചോദിച്ചു അല്ലേ? എന്റെ അടുത്ത് ചോദിച്ചു, അച്ഛടുത്ത് ചോദിച്ചു. ഞാൻ എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ എന്നാലും ഞാൻ കൊടുത്ത ഉത്തരം ശരിയല്ലെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. കാരണം വെച്ചാൽ കുട്ടികളുടെ അടുത്ത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് മോനെ കള്ളം പറയരുത് എന്ന് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. കാരണം വെച്ചാൽ മോനെ കള്ളം പറയരുത്, സത്യമേ പറയാവൂ, എന്ത് തല പോണ കേസാണെങ്കിലും നമ്മൾ സത്യം മാത്രമേ പറയാവൂ എന്ന് ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ ട്രെയിനിൽ വെച്ച് ഞാൻ ആ ആളോട് കള്ളം പറഞ്ഞു, എനിക്ക് ആ ലഡു അപ്പം കഴിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഒട്ടനെ എടുത്ത വഴിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, അപ്പൻ എന്തുകൊണ്ട് കള്ളം പറഞ്ഞു? എനിക്ക് അതിന് ഉത്തരം ഉണ്ടായില്ല കേട്ടോ. ഉള്ളായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവരുടെ അടുത്ത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവർ ചോദ്യം ചെയ്യും അല്ലേ? ഇന്നലെ കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്, ഞാൻ കള്ളം പറയണു എന്നൊരു വാക്ക് ഞാൻ അവൻ്റെ മുമ്പിൽ പറയില്ല. ഓക്കെ, നമ്മൾ ആ ഒരു സാഹചര്യം കൊണ്ടാണ്. കാരണം ട്രെയിനിൽ വെച്ച് ഒരാൾ ലഡു തന്നു, അപ്പം ഞാനത് അങ്ങനെ ട്രെയിനിൽ വെച്ച് നമ്മൾ ഒരു അപരിചിതനായ ഒരാൾ ഫുഡ് തരുമ്പോൾ നമ്മളോട് അത്ര സ്നേഹം കാണിച്ച്, അപ്പോൾ പിന്നെ മാത്രമല്ല അങ്ങനെ ലഡുവാണ്, അത് അങ്ങനെ വേണ്ടാന്ന് പറയുകയും വേണ്ട, പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ പിന്നെ ഒറ്റ വഴിയുള്ളൂ, ചേട്ടാ ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടില്ല, അതുകൊണ്ട് ചേട്ടൻ എനിക്ക് തന്നേക്ക്, ഞാനത് കഴിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചു, വീട്ടിലൊന്ന് കഴിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴത്തെ ഒരു എക്സ്ക്യൂസിന് ഞാൻ കള്ളം പറയുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കുട്ടി
എന്നോട് റിയാക്ട് ചെയ്ത് ഭയങ്കര ഇത് എന്തുകൊണ്ട് അപ്പൻ കള്ളം പറഞ്ഞു എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം എനിക്ക് ഇപ്പോഴും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ശരി, അപ്പൊ നമ്മളിവിടെ പാർക്കിലോട്ട് വന്നേക്കാണ്. ആഗ്രഹപ്രകാരം ഞങ്ങൾ ഇവിടെ പാർക്കിൽ വന്നേക്കുവാണ്. നേരെ സ്കൂൾ വിട്ടിട്ട് ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇന്നലെ കൊണ്ടുവന്നില്ല, അപ്പൊ അതിന്റെ സങ്കടം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുവാണ്. ആളിപ്പോ അങ്ങ് അകത്ത് കയറിയിട്ടുണ്ട്, അവിടെ കളിയാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് വാങ്ങണം. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയേക്കാണ്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കുട്ടിക്ക് പാർക്കിൽ വന്നെന്ന് പറഞ്ഞു. മൊത്തത്തിൽ ഒരു സെറ്റപ്പ് ആണല്ലോ അല്ലേ? മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കുറച്ച് നേരം മുമ്പ് നടന്ന കാര്യങ്ങൾ പറയാം. ഇത് നമ്മൾ പിന്നെ ആ ഒരു ഷൂട്ടിങ്ങിന് മുമ്പായിട്ട്, ഇത് വീഡിയോ ഷൂട്ടിന് മുമ്പായിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാൻ അല്ലേ? ചോറും പിന്നെന്തായിരുന്നു, മാങ്ങാക്കറി കഴിച്ചപ്പോൾ ഓർമ്മ വന്ന കാര്യം പറ. മാങ്ങാക്കറി കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് മാങ്ങാക്കറി, ചിക്കൻ ഫ്രൈ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. മാങ്ങാക്കറിയുടെ ആ ഒരു രുചി ശരിക്കും മനസ്സിലായത് അന്നാണല്ലേ? അതെ, അതിനുശേഷം അതുപോലത്തെ നല്ലൊരു മാങ്ങാക്കറി ഇതുവരെ കഴിച്ചിട്ടില്ല. അത് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ശരിക്കും അങ്കമാലി മാങ്ങാക്കറി, അങ്കമാലി മാങ്ങാക്കറി എന്നുള്ള അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി പിന്നെ കഴിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ മഞ്ഞപ്ര ചന്ദനപ്പുരയിലുള്ള ആ ഒരു കട, ആ കടയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ചായ എടുത്തല്ലോ, നല്ല ചോറ്, പിന്നെ മാങ്ങാക്കറി. പിന്നെ മാങ്ങാക്കറി കഴിച്ചപ്പോൾ നമ്മുടെ കല്യാണത്തിന്റെ ഓർമ്മ ഒക്കെ വന്നിട്ട് ശരിക്കും നല്ല മാങ്ങാക്കറി. ഇത് നമ്മള് അങ്കമാലി മാങ്ങാക്കറി. ഞാൻ ഫസ്റ്റ് ടൈം ഞങ്ങളുടെ കല്യാണത്തിനുള്ള മാങ്ങാക്കറി, മാങ്ങയും കൊണ്ട് ഇങ്ങനെയും കറി ഉണ്ടാക്കാവോന്ന് ഞാൻ ചിന്തിച്ചു പോയി. നെയ്മീൻ വറുത്ത് കിട്ടിയില്ല. നെയ്മീൻ വറുത്തെന്ന് പറയുമ്പോ എക്സ്പെൻസീവ് ഒന്നല്ല, 50 രൂപയുള്ളൂ. ചെറുതാട്ടോ, ഒരു ഇത്രയൊക്കെയുള്ള നെയ്മീൻ. ഒരു അയിലയുടെ മുക്കാൽ ഭാഗമൊക്കെയുള്ള എന്താ പറയാ നെയ്മീൻ കേട്ടോ. വയറ് നിറഞ്ഞാണ്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ലായിരുന്നു. എനിക്ക് വിശന്നിട്ടാണെങ്കിൽ തല അറിവുകൂടിയായിരുന്നു. കാരണം വെച്ചാൽ ഒരുപാട് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചത്. കൊച്ചിന്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ, കുട്ടിയുടെ ഒരു പ്രോഗ്രാം ഒക്കെ ഒന്ന് കഴിഞ്ഞപ്പോ അല്ലേ. പിന്നെ അതിനുശേഷം നേരെ പോയത് എന്താ പറയാ ആ ഒരു ഫാമിലേക്കാണ്, അതായത് കോഴി ഫാമിലേക്കാണ് പോയത് അല്ലേ. കോഴി ഫാമിൽ പോയി അവരുടെ വീഡിയോ എടുത്തു. ഇത് എൻ്റെ ചെറുപ്പത്തിൽ നാടൻ കോഴികളാണ് നമ്മൾ വീട്ടിൽ വളർത്തിയിരുന്നത്. ഇപ്പൊ കോഴിയില്ല, ഒന്നുമില്ല കേട്ടോ. ഇഷ്ടംപോലെ മുട്ട, എല്ലാ ആഴ്ചയും കോഴിക്കറിയാണ്, എല്ലാ ആഴ്ചയും കോഴിക്കറി. അന്ന് എനിക്ക് കോഴിക്കറി ഇഷ്ടമല്ലായിരുന്നു. വേറെ എന്താ പറയുമ്പോൾ അപ്പം കോഴിക്കറി വയ്ക്കുമ്പോൾ ശരിക്കും അതിൻ്റെ തോല് ഉണ്ടാവും. അതായത് പപ്പും കൂടെയും പറിച്ചളി ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട്, എന്നിട്ട് ആ തോലുണ്ടാവും. അപ്പോൾ തോലുള്ളതുകൊണ്ട് എനിക്കത് കാണിക്കാൻ വരും, ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ്. പക്ഷെ ശരിക്കും അതാണ് നല്ലതെന്ന് ഇപ്പം മനസ്സിലായിട്ടാ. ഇപ്പൊ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പല കോഴികളും അവിടെ ഉണ്ടായിരുന്നു. അതായത് നാടൻ കോഴികള്, കരിങ്കോഴി. എന്റെ വീട്ടിലുണ്ടായിരുന്ന കഴുത്തിൽ പപ്പില്ലാത്ത, തലയിൽ ഇങ്ങനെ തൊപ്പി പോലെയുള്ള അല്ലെ, ചെറുവീൻ കഴിക്കാൻ എന്തോളെ 2 മുട്ട ബജി തരൂ. എനിക്ക് വേണം. നല്ല സമാധാനമായിട്ട് ചായ കുടിക്കാൻ പറ്റുന്ന അടിപൊളി, ശരിക്കും അടിപൊളി ടീ ഷോപ്പ് കേട്ടോ. ഇതൊക്കെയാണ് ശരിക്കും ടീ ഷോപ്പ് അല്ലേ. നല്ല ഏത് പുഴയുടെ തീരത്ത് കാറ്റൊക്കെ അടിച്ച് മരങ്ങളുടെ തണലിലായി ഇപ്പം ഇരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിളിയുടെ ഒക്കെ ഒച്ചയിട്ട് അല്ലേ, ശാന്തമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുക. ആലുവക്കാർ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്നോട്ടോ. കാരണം ആലുവക്കാർക്ക് തൊട്ടടുത്ത വെറും ഒരു 2-3 കിലോമീറ്ററുള്ള കുന്നുംപുറത്താണ് മംഗലപ്പുഴ. ഇത് മാർത്താണ്ഡോർമ്മ പാലത്തിന്റെ സൈഡിൽ കൂടെ താഴെക്കുള്ള ഒരു വഴിയാണത്. ആ ബാക്കിൽ കാണുന്നതാണ് പാലം കേട്ടോ. അവിടെ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട്. ശരി, എന്നിട്ട് അപ്പോൾ പിന്നെ ഫാമിന്റെ വീഡിയോ ചെയ്തു, നമ്മൾ പേയ്മെന്റ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. ഞങ്ങളെ കാണുന്ന നിങ്ങൾക്കാണെങ്കിലും കോഴീനെ വാങ്ങാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു 2.5 മാസം പ്രായമുള്ള കോഴികൾ, അതായത് നാടൻ കോഴി, കരിങ്കോഴി, തൊപ്പിക്കോഴി, പിന്നെ സൊണാലി എന്നൊരു കോഴിയുണ്ട്. സൊണാലി ശരിക്കും നമ്മുടെ നാടനല്ല, 100-ലധികം കോഴികളുണ്ട്. വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങണം. കാരണം വെച്ചാൽ അവർക്ക് ചെറിയൊരു ഫാമാണ്. അവരങ്ങനെ ഇപ്പോൾ കൊറിയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. പിന്നെ കൊത്തുമുട്ടയുണ്ട്. നമുക്കിപ്പോൾ ഒരു കോഴിയുണ്ട്, നമുക്ക് ഇത്തരത്തിലുള്ള നാടൻ കോഴികളെ നമുക്ക് തന്നെ, ഇപ്പോൾ സൊണാലി കോഴികളെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ സൊണാലി കോഴിയുടെ മുട്ട ഇത്രേ ഉള്ളൂ, നമ്മുടെ കാട മുട്ടേനേക്കാളും ഒരു കുറച്ചും കൂടി വലിപ്പം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെയാണ് ഫാമിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് ഒരു ചായക്കട കയറി നമ്മൾ പഴംപൊരിയും ചായയും കുടിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ സീൻ ഇതിപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വെയിലൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചായ കുടിക്കുന്ന സമയത്ത് ആകെ വയ്യാണ്ടിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫാമിംഗ് വീഡിയോ ചെയ്തപ്പോഴേക്കും അവശതയായി.
പിന്നെ ഭയങ്കര തലവേദന വെയിലിന്റെ ഒക്കെ നല്ലൊരു ഇതുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വരണം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ഈ പറഞ്ഞ ഗ്രാജുവേഷൻ സാധനമൊക്കെ ഒന്ന് കാണിച്ച്. അത് കാണിച്ചു. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മള് എന്താ പറയാ, എന്തോരം കുഞ്ഞായിരുന്നു നമ്മുടെ കുട്ടി. കുഞ്ഞെന്ന് മാത്രമല്ല ഒരുപാട് കഷ്ടപ്പെടും കേട്ടോ. ഇത് ആളെ ഒന്ന് റെഡിയായി എടുക്കാൻ, അതായത് വളർത്തിയെടുക്കാൻ വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. മിക്ക വീടുകളിലും, ചില വീടുകളിലൊക്കെ അങ്ങനെ ആയിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഞാൻ ഫുൾ ടൈം ട്രാവൽ ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഫുൾ ടൈം ട്രാവൽ ആയിരിക്കും. അയ്യോ, അത് പ്രത്യേകിച്ച് ഇപ്പോഴാണ് കാറ് വന്നത്. ഇതിനു മുമ്പ് ബൈക്കായിരുന്നു. 4 ഇയേഴ്സ് നല്ല വെയിൽ കൊണ്ടുണ്ട്. അതായത് ശരിക്കും ഇത് കണ്ട, ഈ കാണുന്ന ഡബിൾ ടോൺ കണ്ട, ശരിക്കും വെയിൽ കൊള്ളുന്ന മിക്കവർക്കും ഈ കാണുന്ന ടോൺ ഉണ്ടാവും കേട്ടോ. ഈ വളരെ ചെറുതായിരിക്കും മുതലേ ഞങ്ങളിങ്ങനെ അവനെയും കൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി, ക്ഷീരകർഷകരുടെ അടുത്ത് പോയി ഒക്കെ വീഡിയോ ചെയ്ത്, അങ്ങനെയാണ് നമ്മുടെ എടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനൽ ഉണ്ടായത്. കുട്ടിയുടെ കാര്യം അവനവിടെ കളിക്കുന്നു. അപ്പൊ കുട്ടിയാണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ഞങ്ങൾ നിന്നു. തുടക്ക കാലഘട്ടങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവൻ ശരിക്കും കൈക്കുഞ്ഞാണ്. ഇത് ഫീഡ് ചെയ്യണ സമയമായിരുന്നു. ഫീഡ് ചെയ്യണ സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ പറവൂർ ഭാഗത്ത് എവിടെ പോയിരുന്നു. അതും നമ്മുടെ ഈ പടവലങ്ങത്തോട്ടത്തിന് അന്നൊക്കെ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ തോട്ടത്തിൻ്റെ വീഡിയോ എടുക്കുന്ന ആ സമയത്ത് അപ്പോൾ കുട്ടിക്ക് ഭയങ്കര ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നു, കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പടവലത്തോട്ടത്തിൻ്റെ ആൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു അല്ലേ. മീൻസ് അതായത് കുറച്ച് അതായത് ആൾക്കൊരു ഇഷ്ടക്കേട് കാണിച്ചു. ഇതെന്താ ഈ കൊച്ചിനെ കൊണ്ടൊക്കെ വന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്നുള്ള സംഭവത്തിലുള്ള രീതിയിൽ അത്തരത്തിൽ പുള്ളി ഒന്ന് റിയാക്ട് ചെയ്തു. നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് അവർക്കറിയില്ലല്ലോ. കാരണം വെച്ചാൽ നമുക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ വേറെ ആരുമില്ല, നമ്മുടെ പ്രൊഫഷൻ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആ ഒരു പ്രശ്നത്തിന് ശേഷം പിന്നെ കുട്ടി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. പിന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോഴാണ് ഫാമിലൊക്കെ വന്ന് കിടന്ന് അല്ലേ. ഇഷ്ടം പോലെ മഴ കൊണ്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ റെയിൻ കോട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ റെയിൻ കോട്ട് ഉണ്ടെങ്കിലും മഴ വന്ന് അടിച്ചു കൊള്ളും. മഴയും മുതിർന്നവര് നമ്മളെ പോലുള്ള ആൾക്കാർ കൊള്ളുന്നതിനേക്കാളും എന്തോരം കഷ്ടപ്പാട് കുട്ടി സഹിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ. ഇന്ന് കുട്ടിക്ക് കിട്ടിയ എന്താ പറയാ പതക്കമാണ് കാണിക്കുന്നത്. കണ്ടാ എങ്ങനെയുണ്ട് നോക്കി. ഇത് 2024-26 ബാച്ച് കാണാൻ തോന്നുന്നു അല്ലേ. 2024-26 ബാച്ച് ഗ്രാജുവേഷൻ സെറമണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ. അപ്പം ആള് പിന്നെ സർട്ടിഫിക്കറ്റ്, അവൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഈ ഒരു ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തോട്ടോ മൊബൈലിൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൽ ഈ കാണുന്ന പേര് ഷെർവിൻ ശ്രീമോൻ. എൻ്റെ മോൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഷെർവിൻ എന്ന് പറഞ്ഞാൽ കാറ്റിനെ തുളയ്ക്കുന്നവൻ, അതായത് കാറ്റിനേക്കാൾ വേഗതയുള്ളവൻ എന്നർത്ഥം കേട്ടോ. സ്പോർട്സ് സ്റ്റാറായിട്ട് കാണുന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അവൻ്റെയും കൂടി താല്പര്യം എന്താണോ അതനുസരിച്ച് അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇന്ന് ഞങ്ങൾ ഏകദേശം നമ്മുടെ ഒരു ദിവസം മൊത്തം കാണിച്ചല്ലേ, ഏകദേശം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഈ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ